നമസ്കാരം. ലോകത്താദ്യമായി പഞ്ചാര അടിച്ച കുറ്റത്തിന് പാർട്ടിയിൽ നിന്നും പുറത്തായ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മോളൂസിനെ വിളിച്ചതിനും സുഖമാണോ എന്ന് ചോദിച്ചതിനുമെല്ലാം തെളിവുണ്ട്. പിണറായി വിജയന്റെ ക്രൈംബ്രാഞ്ചും റിപ്പോർട്ടർ ചാനലും ഡിവൈഎഫ്ഐക്കാരും അന്വേഷിച്ചിട്ടും മറ്റേതിന് തുമ്പോ തെളിവോ കിട്ടിയിട്ടില്ല. ഞങ്ങളുണ്ട് കൂടെ എന്ന് സർക്കാരും സഖാത്തികളും വാഗ്ദാനം നൽകിയിട്ടും ഗർഭഛിദ്രത്തിന് യാതൊരു തെളിവും ഇതുവരെ കിട്ടിയിട്ടില്ല. രാഹുലിൻ്റെ പൂട കണ്ടിക്കാനും നഖം വെട്ടാനും കാത്തിരുന്ന ഡിവൈഎഫ്ഐക്കാരും ബി ജെ പിക്കാരും വല്ലാതെ ഖനീഭവിച്ചു പോയ അവസ്ഥയിലാണിപ്പോൾ. രഹസ്യമായി വന്നിട്ടും പരസ്യമായി വന്നിട്ടും ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. മണ്ഡലത്തിലെ പരിപാടികളിൽ സജീവമായ രാഹുലിനെ നാറ്റിക്കാൻ വീട് കയറിയുള്ള പ്രചാരണത്തിന് ബി ജെ പി ലക്ഷ്യമിട്ടിരിക്കുകയാണ്. കുടുംബയോഗങ്ങൾ വിളിക്കാനുള്ള തീരുമാനത്തിലാണ് ഡിവൈഎഫ്ഐയും. ഇപ്പോൾ ബി ജെ പിക്കാരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ചെണ്ടമേളങ്ങളുടെയും കൊമ്പുകുഴൽ വാദ്യങ്ങളുടെയും അകമ്പടിയോടെ മുത്തുക്കുട പിടിച്ച് രാഹുലിനെ നാട്ടുകാരിത എതിരേറ്റു കൊണ്ടുപോകുന്നു. പക്ഷേ അത്ഭുതം അതൊന്നുമല്ല. ഭൂലോക ആഭാസനും പീഡനവീരനുമാണ് രാഹുൽ എന്ന് പറഞ്ഞു വരുത്തിയ ബി ജെ പിക്കാരുടെ നഗരസഭാ ചെയർപേഴ്സണും പാലക്കാട്ടെ പ്രധാന നേതാവുമായ പ്രമീളയാണ് രാഹുലിനൊപ്പം റോഡ് ഷോ നടത്തി ആനയിക്കപ്പെടുന്നത്. പൊട്ടും ബഹളമൊക്കെ ആയിട്ടാണ് പ്രമീള രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നടന്ന് ആ പരിപാടിക്ക് പോയത്. അപ്പോൾ ബി ജെ പി നേതാക്കൾ ആരും രാഹുലിനൊപ്പം വേദി പങ്കിടരുതെന്നാണ് പാർട്ടി നിലപാടെന്നും രാഹുൽ രാജിവെക്കും വരെ ബി ജെ പി പ്രതിഷേധം. കേരളത്തിൽ പന്തളത്തും പാലക്കാട്ടും മാത്രമാണ് ബി ജെ പിക്ക് നഗരസഭാ ഭരണമുള്ളത്. അതിൽ പാലക്കാട് അവർക്ക് പ്രതീക്ഷയുള്ള മണ്ഡലം കൂടിയാണ്. രാഹുൽ അവിടെ ജയിച്ചതോടെ മനസമാധാനം നഷ്ടപ്പെട്ട പാർട്ടിയാണ് ബി ജെ പി. പെണ്ണുകേസിൽ അയാൾ പെട്ടതോടെ വല്ലാത്ത പ്രതീക്ഷയിലായിരുന്നു ബി ജെ പിക്കാർ. പക്ഷേ സ്വന്തം നഗരസഭയുടെ ചെയർപേഴ്സൺ ഇതുപോലെ ഒരു പണി പറ്റിക്കുമെന്ന് ബി ജെ പിക്കാർ സ്വപ്നത്തിൽ കരുതിയില്ല. ബി ജെ പി നേതാക്കൾ ആരും രാഹുലിനൊപ്പം വേദി പങ്കിടരുത് എന്ന് പരസ്യശാസനം നിലനിൽക്കുമ്പോഴാണ് ബി ജെ പിയുടെ ചെയർപേഴ്സൺ രാഹുലിനൊപ്പം മുത്തുകുടയ്ക്ക് കീഴിൽ നിന്ന് റോഡ് ഷോ നടത്തി വെല്ലുവിളിച്ചത്. വെല്ലുവിളിക്കുന്നെങ്കിൽ ഇങ്ങനെ തന്നെ വേണം. പാൽ സൊസൈറ്റി മുതൽ പാർലമെൻറ്റ് വരെ മത്സരിക്കുന്ന അവിടുത്തെ കൃഷ്ണകുമാറിനെതിരെ സ്ഥാനാർത്ഥി നിർണയ വേളയിൽ തന്നെ എതിർപ്പുയർത്തിയ ആളാണ് പ്രമീള. കൃഷ്ണകുമാറും ഭാര്യയുമാണ് പാലക്കാട്ടെ പാർട്ടിയെ നയിക്കുന്നത്. ഇതിനു മുമ്പ് പി ടി ഉഷ പങ്കെടുത്ത ഒരു പരിപാടിയിൽ നിന്നും നഗരസഭാ ചെയർപേഴ്സണെ ഒഴിവാക്കിയിരുന്നു. അവരോടുള്ള ഒരു പ്രതികാരമായിരുന്നു അത്. അതിൻ്റെ തിരിച്ചുള്ള പണിയാണ് പ്രമീള രാഹുലിനൊപ്പം വേദി പങ്കിട്ട് ബി ജെ പിക്ക് നൽകിയത്. പാലക്കാട്ടെ ചെയർപേഴ്സണെ ഉടൻ പുറത്താക്കുകയാണ് ബി ജെ പി ചെയ്യേണ്ടത്. നോക്കണേ, രാഹുൽ കാരണം പാലക്കാട്ടെ ബി ജെ പിയിലും ഭിന്നിപ്പായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം ആരാണെന്നും അയാളുടെ ജനസമ്മതി എന്താണെന്നും തെളിയിക്കാൻ ഇതിലും വലിയ കാഴ്ച വേണോ? രാഹുലിനെ തടയാൻ കാത്തിരുന്ന സി ജെ പിക്കാരെ ഇപ്പോൾ കാണാനേയില്ല. ജനങ്ങളിൽ ഒരു ചലനവും സൃഷ്ടിക്കുവാൻ ഇവരുടെ പ്രതിഷേധങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എം എൽ എ പദവി കിട്ടിയതോടെ മനുഷ്യരോട് മിണ്ടാതെ നടക്കുന്ന കുറേ എം എൽ എമാരുണ്ട് സി പി എമ്മിൽ. ബി ജെ പിക്കാർക്ക് ആ യോഗം കിട്ടിയാലുള്ള അവസ്ഥ ഭീകരമായിരിക്കും. മനുഷ്യരോട് ഇടപഴകാൻ കഴിയാത്ത കോൺഗ്രസിൻ്റെ നേതാക്കളെയും ജനം വീട്ടിലിരുത്തിയിട്ടുണ്ട്. ബി ജെ പി നേതാക്കൾക്ക് പൊതുവേ ഉള്ള ഒരു തലക്കനമുണ്ട്. മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണത്. കേരളത്തിലെ അമിത്ഷായാണ് ഞാനെന്ന മട്ടിലാണ് കെ സുരേന്ദ്രൻ്റെയൊക്കെ മട്ടും മാതിരിയും. സി പി എമ്മുകാർ വിപ്ലവത്തിൻ്റെയും സിദ്ധാന്തത്തിൻ്റെയും ആളുകളായതിനാൽ അവരും സാധാരണക്കാരുടെ മുഖത്ത് അങ്ങനെ നോക്കാറില്ല. നരേന്ദ്രമോദി എന്ന മഹാനായ രാഷ്ട്രീയ മാന്ത്രികൻ്റെ തണലിലാണ് കേരളത്തിലെ ബി ജെ പിക്കാർ കിടന്ന് ഇളകുന്നത്. സി പി എമ്മുകാരാകട്ടെ പിണറായി വിജയൻ്റെ ഇരട്ടക്കൂമ്പിൻ്റെ ഉറപ്പിലും. കോവലിനും പാവലിനുമൊക്കെ ബാധിക്കുന്ന തണ്ടുവീക്കം എന്നൊരു അസുഖമുണ്ട്. ആ തണ്ടുവീക്കമാണ് ബി ജെ പി സി പി എം നേതാക്കളെ മനുഷ്യരിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ ചെറുപ്പക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം ആ ചെറുപ്പക്കാരന് രാഷ്ട്രീയം സംസാരിക്കാനറിയാം. കേരളത്തിലെ പല നേതാക്കന്മാർക്കും അയാളുടെ വളർച്ച ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാർക്ക്. ഒരു സമുദായത്തിൻ്റെയും പിന്തുണ അയാൾക്കില്ല. നായരാണെന്ന് പറഞ്ഞ് കയറി ചെന്നാൽ പെരുന്നയിലെ വാതിൽ തുറക്കില്ല. അനുഗ്രഹം മേടിക്കാൻ കണിച്ചുകുളങ്ങരയിൽ ചെന്നപ്പോൾ നടേശൻ വീട് പൂട്ടി കൊല്ലത്തിന് പോയി. കെ സി വേണുഗോപാലിൻ്റെ ഭാര്യയാണെങ്കിൽ വല്ലാതെ ഭയക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. അപ്പോൾ പിന്നെ അവിടെയും രക്ഷയില്ല. കോൺഗ്രസിലെ ഈഴവർക്ക് മുട്ടിൽ പനി വന്നാൽ നടേശന് സഹിക്കില്ല. നായരായ രാഹുലിനെ നടേശന് പിടുത്തവുമല്ല. പിണറായിയെ എടോ വിജയ എന്ന് വിളിച്ചതാണ് കാരണം. അങ്ങനെയുള്ള ചെറുപ്പക്കാരനെ പാലക്കാട്ടുകാർ അങ്ങ് ഏറ്റെടുത്തു. ഒന്നാലോചിച്ചാൽ എത്ര വിചിത്രമായൊരു വിചാരണയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭവിച്ചത്. ബലാത്സംഗ കേസിൽ പ്രതിയായി വിചാരണ നേരിടുന്ന മുകേഷിനും വേടനും പിണറായി വിജയൻ്റെ സ്വന്തക്കാരാണ്. അവർ അദ്ദേഹത്തിൻ്റെ അടുത്തു ചെല്ലുന്നു, കൈകൂപ്പുന്നു, ചേർന്ന് നിൽക്കുന്നു. ശശിമാര് വലിയ പദവിയിലിരിക്കുന്നു.
പക്ഷേ യാതൊരു പരാതിയും ഇതുവരെ ഇല്ലാത്ത രാഹുൽ വെറുക്കപ്പെട്ടവനാകുന്നു. വരുന്ന 5 മാസത്തിനുള്ളിൽ ഏതെങ്കിലും പരിഹാരം രാഹുലിൻ്റെ വിഷയത്തിൽ ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധി തന്നെയാകും. കേരളത്തിലെ ഏതു മണ്ഡലത്തിലും സ്വീകാര്യനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സതീശൻ്റെ കാര്യത്തിൽ പോലും ആ ഉറപ്പില്ല. പാലക്കാട്ട് അയാൾക്ക് സീറ്റ് നിഷേധിച്ചാൽ സംഭവിക്കുന്നത് വലിയ പൊട്ടിത്തെറിയായിരിക്കും. നഗരസഭയുടെ ചെയർപേഴ്സണെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയാത്ത BJP വേറെ വല്ല പണിക്കും പോകുന്നതല്ലേ നല്ലത്. പിണറായി വിജയനും മോദിയും ഒന്നായാൽ BJPക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്. രാജീവ് ചന്ദ്രശേഖറും EP ജയരാജനും ഒന്നിച്ച് ബിസിനസ് തുടങ്ങുന്നതും അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കോൺഗ്രസ് മുക്ത ഭാരതമുണ്ടാക്കാൻ ഇറങ്ങിയ കേരളത്തിലെ BJP ഇപ്പോൾ സകല നെറുകേടും കാണിക്കുന്ന പിണറായി സർക്കാരിനെ ഒതുക്കത്തിൽ ഓമനിച്ചു വരികയാണ്. മോദിയെ അനുസരിക്കുന്ന പിണറായി വിജയനെ അവർക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒന്നുകൂടി വരുമെന്ന് പിണറായി വിജയൻ ഉറച്ചു വിശ്വസിക്കണമെങ്കിൽ അതിന് കാരണം BJP നൽകിയ ഉറപ്പാണെന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതൽ. കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതായാലും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാക്കൾ BJPയിൽ ഇല്ലാത്ത കാലത്തോളം നിയമസഭ നിങ്ങൾക്ക് സ്വപ്നം മാത്രമാണ്. ഒരു O രാജഗോപാലോ കുമ്മനമോ കൂടിപ്പോയാൽ ഒരു ശോഭാ സുരേന്ദ്രനോ ഉണ്ട് ജനങ്ങളിൽ അല്പമെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്ന നേതാക്കൾ. 2 ഇടത്തല്ല 4 ഇടത്ത് മത്സരിച്ചാലും സുരേന്ദ്രനെ വിശ്വസിക്കാൻ ജനം തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. സുരേഷ് ഗോപിയാണെങ്കിൽ മറ്റൊരു ജനുസാണ്. ഈ കൂട്ടത്തിലൊന്നും പെടുന്ന ആളല്ല. പാലക്കാട് നഗരസഭയുടെ ഭരണം കിട്ടിയിട്ടും അതിൻ്റെ ചെയർപേഴ്സന് പാർട്ടിയെ അനുസരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അവർ പുല്ലുപോലെ നിങ്ങളെ പുച്ഛിക്കുന്നെങ്കിൽ BJP എന്ന പാർട്ടിക്കുള്ളിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും?